അങ്ങനെ ഇത്തവണത്തെ ഓണം നിവിൻ പോളി തന്നെ തൂക്കുമെന്ന് ഏകദേശം ഉറപ്പായി കഴിഞ്ഞു. സാക്ഷാൽ പൃഥ്വിരാജ് അടക്കമുള്ളവരെല്ലാം പേടിക്കേണ്ട ഒരു സമയമായിട്ടുണ്ട്. ഇപ്പോൾ വന്നിരിക്കുന്ന ട്രെയിലർ കണ്ടു കഴിഞ്ഞപ്പോൾ നമുക്ക് മനസ്സിലായി അത് ഏകദേശം ഉറപ്പിക്കാവുന്ന രീതിയിലേക്കാണ് വന്നിരിക്കുന്നത്. ഒരു ഗംഭീര സംഭവം. കാരണം എല്ലാ ജോണറിലുള്ള പ്രേക്ഷകരെയും കയ്യിലേക്ക് എത്തിക്കാൻ കഴിയുന്ന ഒരു ഗംഭീര സംഭവമാണ് നിവിൻ പോളി ഒരുക്കി വെച്ചിരിക്കുന്നത്. ഗിരീഷ് ഏഴിയുടെ സംവിധാനത്തിൽ ഇങ്ങനെയൊരു ജോണറായിരിക്കും വരാൻ പോകുന്നതെന്ന് വിചാരിച്ചില്ല. കാരണം ഇതൊരു നൊസ്റ്റാൾജിക് ഫീലിംഗ് നൽകുന്ന സാധനമാണ്. കുറേ പേരെ ഈ ചിത്രത്തിലേക്ക് അടുപ്പിക്കും. ഇപ്പൊ തന്നെ ട്രെയിലർ കണ്ടപ്പോൾ പലർക്കും ആ ഒരു കാലഘട്ടം ഓർമ്മ വന്നതാണ് എനിക്ക്. ആ നൊസ്റ്റാൾജിക് കാലഘട്ടം. ചില കൺവേർഷനുകളൊക്കെ നടന്ന കാലഘട്ടം. MP3ന്ന് അല്ലെ ഈ കാസറ്റീന്ന് MP3 ആ ഒരു കാലഘട്ടം ഉണ്ടല്ലോ. ആ ഒരു കാലഘട്ടം ഗംഭീരമായിട്ട് വർക്കൗട്ട് ആയാൽ പലർക്കും ഇത് കണക്റ്റ് ആവും. ഒരു 90s വൈബ് അടിക്കുന്ന സാധനമാണ്. ഇതുപോലുള്ള മുമ്പത്തെയും ചില സിനിമകളൊക്കെ ഇപ്പോൾ വലിയ ചർച്ചകളായിട്ടിരിക്കുന്നു. നമ്മുടെ പഴയകാല കോളേജ് ലൈഫും അതുമായി ബന്ധപ്പെട്ട സാധനങ്ങളൊക്കെ ഇപ്പോഴും വർക്കാവുന്ന സിനിമകളുണ്ട്. അതിനെക്കുറിച്ച് ചർച്ചയാക്കുന്നു. അപ്പോൾ ആ ഒരു കാലഘട്ടം പറയുന്ന ഒരു റൊമാൻറ്റിക് കോമഡി കൂടി വന്നാൽ അതാണിപ്പോൾ ഗിരീഷ് ഏടി കൊണ്ടുവന്നിരിക്കുന്നത്. ഗിരീഷ് ഏടിയുടെ സംവിധാനത്തിൽ ആദ്യം വരേണ്ട സിനിമയായിരുന്നു ഇത്. പക്ഷേ എന്തുകൊണ്ടോ സംഭവിച്ചില്ല എന്നാണ് പറയുന്നത്. അതിനുശേഷം തണ്ണീർമത്തൻ ദിനങ്ങൾ പോലുള്ള സിനിമകളുമായിട്ടാണ് അദ്ദേഹം മുന്നോട്ട് പോയത്. അവസാനം പ്രേമലൂല് ഗംഭീരമായൊരു ഹിറ്റടിച്ച് നിൽക്കുമ്പോൾ അതിൽ താഴോട്ട് പോകുന്നൊരു സിനിമ എടുക്കത്തില്ലല്ലോ. അതിന് മുകളിൽ നിൽക്കുന്ന ഒരു ഗംഭീര സംഭവം തന്നെ വേണം. അപ്പോൾ ബദ്ലേം കുടുംബ യൂണിറ്റ് അതാണ് പറഞ്ഞു തരുന്നതെന്ന് ഉറപ്പിക്കാം. അതിനപ്പുറം ഈ ഒരു കാറ്റഗറി ഉണ്ടല്ലോ, നിവിൻ പോളിയുടെ ഒരു കാറ്റഗറി. നമ്മളെല്ലാവരും കാണാൻ ആഗ്രഹിക്കുന്ന ഒരു നിവിൻ പോളി. സർവ്വം മായയിലൂടെ ആ ഒരു കോമഡി ജോണർ അതെല്ലാവരും ആഘോഷിച്ചു. അതുപോലൊരു നിവിൻ പോളിയാണ് നമ്മളെല്ലാവരും കാണാൻ ആഗ്രഹിക്കുന്നത്. എന്നാൽ പ്രേമം പോലെയോ തട്ടത്തിൻ മറയത്ത് പോലെയുള്ള ചിത്രങ്ങൾ ഇനി കിട്ടില്ല. അതുപോലുള്ള സിനിമകൾ ആഗ്രഹിക്കുന്ന ഓരോ പ്രേക്ഷകരും കാണും. ഇപ്പോഴുള്ള കോളേജ് ലൈഫിലുള്ള എല്ലാവരും അങ്ങനത്തെ സിനിമകളാണ് കാണാൻ ആഗ്രഹിക്കുന്നത്. പക്ഷെ അത് വന്നില്ലെങ്കിലും ആ ഒരു ലെവലിൽ നിൽക്കുന്ന ഒരു ചിത്രം തന്നെയാണ് വരാൻ പോകുന്നത്. ഒരു 90s കിഡ്, ഇല്ലെങ്കിൽ അത് മില്ലിയനെയർ ആണോ എന്നറിയത്തില്ല, ആ കാറ്റഗറിയിൽ വരുന്ന നിവിൻ പോളിയും ഒരു ജെൻസി കാലഘട്ടത്തിലുള്ള മമിത ബൈജും തമ്മിലുള്ള പ്രണയം. അതൊരു പ്രത്യേക വൈബാണ്. അത് തിയേറ്ററിൽ വർക്കായാൽ ഗംഭീരമായിരിക്കും. അത് ഗംഭീരമായിട്ട് വർക്കാവുന്ന ട്രെയിലർ അടിവരയിടുന്നുണ്ട്. അത് ആ മോഹൻലാൽ ഡയലോഗ്, സ്പടികത്തിലെ ഡയലോഗൊക്കെ പറയുന്നുണ്ടല്ലോ, വെടിവെച്ചാൽ പൊട്ടാത്ത കരിമ്പാറയെ നീ കുലുക്കി എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് മനസ്സിലായി നിവിൻ പോളി ഏത് ടൈപ്പ് ക്യാരക്ടർ ആയിരിക്കുമെന്നും അവൾ എങ്ങനെ അത് മാറ്റിയെടുത്തു എന്നുള്ളതൊക്കെ നമുക്ക് അതിനകത്തുനിന്ന് കിട്ടുന്നുണ്ട്. അതൊക്കെ തിയേറ്ററിൽ നല്ല വൈബുണ്ടാക്കുന്ന സാധനമായിരിക്കും. ഒന്നാമത് ഓണക്കാലമാണ്, ആഘോഷമാണ്, വലിയ ജനക്കൂട്ടം തന്നെ തിയേറ്ററിലേക്ക് എത്തും. ആ ജനക്കൂട്ടത്തെ എത്തിക്കാൻ കഴിയുന്ന ഒരു സിനിമ എന്ന് തന്നെ ബദലൻ കുടുംബ യൂണിറ്റിനെ വേണമെങ്കിൽ പറയാൻ കഴിയും. ഒരു ചെറിയൊരു അഭിപ്രായം കിട്ടുക. ഇപ്പൊ തന്നെ ട്രെയിലർ കണ്ടപ്പോൾ തന്നെ ഗംഭീര റെസ്പോൺസ് ആണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ആ തിയേറ്ററിൽ കൂടി ആ ഒരു മൗത്ത് പബ്ലിസിറ്റി കിട്ടിയാൽ കയറി കൊളുത്തും. പൃഥ്വിരാജിനൊക്കെ വലിയൊരു അടിയായിരിക്കും. പക്ഷേ പൃഥ്വിരാജ് വേറൊരു ജോണറല്ലേ, ഒരു മാസ് ജോണറും റോം കോമും രണ്ടിനും ആള് കയറാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ ഐ ആം ഗെയിം പോയത് എന്തായാലും നന്നായി. ഇല്ലേ ഐ ആം ഗെയിമിനായിരിക്കും അടി കിട്ടാൻ പോകുന്നത് എന്നെനിക്ക് തോന്നുന്നുണ്ട്. ഒരു സത്യനന്ദിക്കാട് സിനിമയുടെ എല്ലാ ഗുണഗണങ്ങളുമാണ് ഗ്രാമീണ പശ്ചാത്തലത്തിൽ രസകരമായ മുഹൂർത്തങ്ങളിലൂടെ കഥ പറയുന്ന ഗിരീഷേടി ചിത്രങ്ങളിൽ കാണാൻ കഴിയുന്നത്. അങ്ങനെയാണ് പറഞ്ഞു വെക്കുന്നത്. ആ ഒരു കാറ്റഗറിയിൽ വെക്കാം. പക്ഷേ സത്യനന്ദിക്കാട് പറയുന്ന പോലെ ഭയങ്കര മെസ്സേജ് ഒന്നും തരുന്ന സിനിമകളല്ല. എന്നാൽ ആ ഒരു വൈബ് അടിക്കുന്ന സിനിമകളാണ്. അതിലേക്കാണ് ഇപ്പോൾ നിവിൻ പോളി എത്തിയിരിക്കുന്നത്. അതുകൊണ്ട് ആ വൈബ് നമുക്കവിടെ കിട്ടുന്നുണ്ട്. ശരിയാണ്. ഇപ്പോൾ ആ ഒരു നൊസ്റ്റാൾജിക് വൈബ് എന്ന് ഞാൻ പറഞ്ഞല്ലോ, ആ ഒരു വൈബ് അവിടെ കിട്ടുന്നുണ്ട്. അത് വർക്കൗട്ടായാൽ പിന്നെ ഷുവർ ഷോട്ട് ഹിറ്റാണ്, ബ്ലോക്ക് ബസ്റ്ററാണ്. ഇതിപ്പോൾ പ്രേമലു ഒക്കെ കിട്ടുന്നതിൻ്റെ അപ്പുറം കിട്ടും കളക്ഷന്. ഗംഭീര അഭിപ്രായം വന്നത്. എന്നാലും ട്രെയിലർ ശരിക്കും ഞെട്ടിച്ചളഞ്ഞു. ഇങ്ങനെയൊരു സിനിമയായിരിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല. ഞാൻ വിചാരിച്ചൊരു കുടുംബ പശ്ചാത്തലത്തിൽ കഥയൊക്കെ പറയുന്ന സംഭവമായിരിക്കും. എന്നാൽ റോം കോം ഇങ്ങനെയൊരു വൈബ് അടിക്കുമെന്ന് തോന്നിയില്ല. ചുമ്മാതല്ല ഭാവന സ്റ്റുഡിയോസ് ഇതിൽ കൈവച്ചിരിക്കുന്നത്. അതും കൂടെ ഒരു നോക്കണമല്ലോ. ദിലീഷ് പോത്തൻ, ഫഹദ് ഫാസിൽ, ശ്യാം പുഷ്കരൻ എന്നിവർ ചേർന്നാണ് ഈ ചിത്രം നിർമ്മിച്ചിരിക്കുന്നത്. അപ്പോൾ അവർക്കറിയാം ഇത് ഹിറ്റാകാൻ സാധ്യതയുള്ള സംഭവം തന്നെയാണ്. ഗിരീഷ് ഏടിയും കിരൺ ജോഷിയും ചേർന്നാണ് സിനിമയുടെ രചന നിർവഹിച്ചിരിക്കുന്നത്. ആദ്യമായിട്ടാണ് ഭാവന സ്റ്റുഡിയോസ് നിവിൻ പോളിയുമായിട്ട് കൈകോർക്കുന്നത്. അപ്പോൾ ആ കൈകോർക്കൽ വെറുതെ ആവത്തില്ല എന്ന് ഉറപ്പിക്കാം. അപ്പോൾ ഈ സ്റ്റോറി ലൈൻ കേൾക്കുമ്പോൾ തന്നെ അറിയായിരുന്നു ഇതൊരു ഗംഭീര സംഭവമായിരിക്കുമെന്ന്. അപ്പോൾ ഈ ട്രെയിലർ കണ്ടപ്പോൾ നമുക്ക് മനസ്സിലായി ഇതൊരു ഗംഭീര സംഭവമാകുമെന്ന്. ആ ഒരു ഫീൽ ഉണ്ടല്ലോ, അത് പ്രേക്ഷകർക്കും കിട്ടും എന്ന് അവർക്ക് ഉറപ്പായിരുന്നു. അതിപ്പോൾ കിട്ടിയിട്ടുണ്ട്. ഇനി തിയേറ്ററിൽ എങ്ങനെ വർക്കാവും എന്നുള്ളത് നോക്കിയാൽ മതി. ബാക്കിയൊക്കെ ഗംഭീരമായിരിക്കും. അതിനകത്ത് എല്ലാവരും നമുക്ക് നോട്ടീസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. മികച്ച ക്യാരക്ടറുണ്ട്. മറ്റേ ഈ ചില നിവിൻ പോളി പടങ്ങളുണ്ട്, ഞണ്ടുകളുടെ നാട്ടിൽ ഇടവേള. അത് ഗംഭീര ഒരു സംഭവമായിരുന്നു. ഒരു സീരിയസ് കാര്യമാണ് പറയുന്നത്, പക്ഷേ ഭയങ്കര ലൈറ്റ് ഹാർട്ടഡ് കോമഡി ജോണറിൽ പറഞ്ഞു പോകുന്നതുകൊണ്ട് തന്നെ അത് നമുക്ക് ഭയങ്കരമായിട്ട് വർക്കായി.
അതുപോലെ തന്നെ ഒരു സീരിയസ് മാറ്റർ ആയിരിക്കും, പക്ഷേ ലൈറ്റായിട്ടായിരിക്കും പറഞ്ഞു പോകുന്നത്. അങ്ങനെയാണെങ്കിൽ ഇത് വേറെ ലെവലായിരിക്കും. പിന്നെ നിവിൻ പോളിയുടെ സ്ട്രോങ്ങസ്റ്റ് ഏരിയ ആണ്. അതുകൊണ്ട് തന്നെ ഗംഭീര അഭിപ്രായം വന്നാൽ കയറി കൊളുത്തുന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. പിന്നെ നിവിൻ പോളിയെ നമുക്ക് ഈ സിനിമയിൽ കാണുന്നതൊക്കെ നേരിട്ട് കാണുമ്പോൾ ഭയങ്കര വണ്ണമൊക്കെ സ്ലിം ആയിട്ടൊക്കെ തോന്നുമെങ്കിലും സിനിമ വരുമ്പോൾ ഒരു ചെറിയൊരു ഒരു 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 പോക്ക് വലിപ്പമൊക്കെ തോന്നുന്നുണ്ട്. ബദലം കമ്മ്യൂണിറ്റി കാണുമ്പോഴും ആ ഒരു ഫീൽ നമുക്ക് കിട്ടുന്നുണ്ട്. പക്ഷെ നമ്മൾ ഉദ്ദേശിക്കുന്നുണ്ട് പ്രേമത്തിലെ ജോർജ് ആ ഒരു ലെവലിലുള്ള രീതിയിലാണ്. പക്ഷേ ഫംഗ്ഷനും മറ്റേ ഇതിനൊക്കെ വരുമ്പോഴത്തേക്ക് പുള്ളി അങ്ങനെയാണ് നമ്മൾ കാണുന്നത്. സിനിമയിൽ വരുമ്പോൾ ഇച്ചിരി ഒരു മാറ്റമുണ്ട്. 90s വൈബൊക്കെ അടിക്കുന്നുണ്ട് പുള്ളിക്ക്. ഇതെങ്ങനെ വരും എന്നുള്ളതാണ് രസമുണ്ട് കാണാൻ. മിക്കവാറും ഇത് കയറിക്കൊളുത്തും. എന്താണ് തോന്നുന്നത്? ഇതൊരു മസ്റ്റ് വാച്ച് കാറ്റഗറിയിലോട്ട് പോകുന്ന ഒരു സിനിമയാണെന്നാണ് തോന്നുന്നത്. എന്തായാലും ഓഗസ്റ്റ് 21-നാണ് സിനിമയുടെ വേൾഡ് വൈഡ് റിലീസ്. ഓഗസ്റ്റ് 20-ന് ഖലീഫ ഇറങ്ങുന്നുണ്ട്. ഖലീഫയുടെ ട്രെയിലർ വരാൻ പോവുകയാണ്. അപ്പം അതും ഓഗസ്റ്റ് 16-ന് പൃഥ്വിരാജിൻ്റെ പിറന്നാൾ ദിന സ്പെഷ്യലായിരിക്കും ട്രെയിലർ. അതുകൂടെ വന്നാൽ പറയാം ഏത് ചിത്രമായിരിക്കും ഏറ്റവും കൂടുതൽ പ്രേക്ഷകരെ തിയേറ്ററിലേക്ക് എത്തിക്കാൻ പോകുന്നതെന്ന്. ഇപ്പോൾ ഏകദേശം ഉറപ്പ് നിവിൻ പോളി ഒട്ടുമിക്കാലും പ്രേക്ഷകരെ തിയേറ്ററിലേക്ക് എത്തിക്കുമെന്നാണ്. ഒരു ചെറിയൊരു ഗംഭീർ റിപ്പോർട്ട് വന്നാൽ പിന്നെ നിവിൻ ഏറ്റവും കൂടുതൽ പ്രേക്ഷകരെ തിയേറ്ററിലേക്ക് എത്തിക്കാൻ പോകുന്ന ആളായി മാറും. ഒന്നാമത് ഓണമാണ്. കുടുംബസമേതം തിയേറ്ററിലെത്താനുള്ള സാധ്യത ഉണ്ട്. ഓണത്തിൻ്റെ ആഘോഷം ആഘോഷിക്കുന്നത് തിയേറ്ററിലാണല്ലോ. അപ്പോൾ അതിന് ഏറ്റവും മികച്ച സിനിമ തന്നെ തിരഞ്ഞെടുക്കും. അത് മിക്കവാറും ബദ്ലേം കുടുംബ യൂണിറ്റ് തന്നെയായിരിക്കും. യൂത്തിനെ പോലും ആകർഷിക്കാൻ ഈ ചിത്രത്തിന് കഴിയുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെ കഴിഞ്ഞാൽ ഇത് തന്നെയായിരിക്കും ഗംഭീര സിനിമ. ബാക്കി വരുന്ന സിനിമകൾക്ക് ഒരടി തന്നെയാകും. പിന്നെ ഖലീഫയ്ക്ക് യൂത്തിനെ ആകർഷിക്കാൻ പറ്റുമോ എന്ന് നമുക്ക് വരാൻ പോകുന്ന ട്രെയിലർ നോക്കിയിട്ട് പറയാം.